Hi everyone, this is Jebin from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കം തന്നെ നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.1 ബീറ്റ 5 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിൽ മോർ ഓവർ കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേഷൻ 16 സീരീസിനുള്ള ക്യാമറ കൺട്രോൾസും ബാക്കി കാര്യങ്ങൾക്കുമാണ്. അതിന് ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ ഈ ഒരു മിക്കവാറും iOS 18.0.1 എന്ന പുതിയ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് വലിയ സ്പെക്കിനോ അല്ലെങ്കിൽ ഫീച്ചേഴ്സിനോ വേണ്ടിയല്ല ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്, പ്യുവർലി ഫോർ ബഗ് ഫിക്സിന് വേണ്ടിയാണ് iOS 18.0.1 എന്ന അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ പ്രൊഡക്റ്റൊക്കെ ഡിസൈൻ ചെയ്ത ഫോർ എക്സാമ്പിൾ iPhone 10 എയർപോർട്സ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത ഒരു വലിയൊരു ലെജൻഡായിരുന്നു ജോണി ഐവ് എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തി ആപ്പിളിൽ നിന്ന് റിസൈൻ ചെയ്ത് കുറച്ച് നാളായി. ഇപ്പോൾ ഓപ്പൺ എ ഐ, നമ്മുടെ ChatGPTയുടെ മദർ കമ്പനിയായ ഓപ്പൺ എ ഐക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ എ ഐ ഇൻ്റഗ്രേറ്റഡ് ഹാർഡ്വെയർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേൾക്കുന്നത്. കുറേ പേര് പറയുന്നത് ഇത് ആപ്പിളിൻ്റെ കോമ്പറ്റീറ്റർ ആയിരിക്കുമെന്നാണ്. പക്ഷേ ലെറ്റ്സ് സീ, നമുക്ക് കാണാം. ആപ്പിളിന് എപ്പോഴും ഒരു പ്രത്യേക വാല്യൂ ഉണ്ട്. ഓരോ കമ്പനികൾക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. നമുക്ക് ഈ ഒരു ഡിവൈസ് ഇറങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ ഫുൾ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും വരട്ടെ, എന്നാലാണല്ലോ ആസ് എ കൺസ്യൂമർ നമുക്ക് നല്ല നല്ല പ്രൊഡക്റ്റ് വന്നാലാണ് നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഞാൻ കഴിഞ്ഞ നമ്മുടെ ന്യൂസിൽ പറഞ്ഞിരുന്നു, പുതിയ മാക്ബുക്ക് ഈ ഒരു ഒക്ടോബർ നവംബർ ടൈമിലായിരിക്കും ഒരു പുതിയ ഡെഡിക്കേറ്റഡ് ഇവൻറ്റ് ആപ്പിൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു മാക്ബുക്കിൽ നമുക്ക് ഫേസ് ഐ ഡി ഉണ്ടാകുന്നതാണ് മാർഗറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. ആപ്പിളിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ കയറി നോക്കിയപ്പോൾ മാക്ബുക്കിൻ്റെ ഉള്ളിൽ ഫേസ് ഐ ഡിയുടെ ഒരു ഇമോജി അല്ലെങ്കിൽ ഗ്ലിഫ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആപ്പിൾ ഇത് ബൈ മിസ്റ്റേക്ക് ഇങ്ങനൊരു ഗ്ലിഫ് മാക്ബുക്കിനുള്ളിൽ വെക്കുമെന്ന്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും 10 വട്ടം 100 വട്ടം ആലോചിച്ചാണ് ആപ്പിൾ മാർക്കറ്റിംഗ് ടീം ഈ ഒരു സാധനം പുറത്തേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്ബുക്കിൻ്റെ ഉള്ളിൽ ആ ഒരു ഫേസ് ഐ ഡി വെക്കണമെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവും ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ എൻ്റെയും അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷനിൽ നോക്കുമ്പോഴും ഈ പറഞ്ഞ മാക്ബുക്ക് M4 സീരീസിൽ നമുക്ക് ഈ ഒരു ഫേസ് ഐ ഡി ഓപ്ഷൻ വരാനും ചാൻസ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലങ്ങളൊന്നും ഫേസ് ഐ ഡി വരില്ല, ടച്ച് ഐ ഡി ആയിരുന്നു. ഇനി പോകുന്ന ഓരോ വർഷങ്ങളിലും ഇനി ഫേസ് ഐ ഡി തന്നെയായിരിക്കും മാക്ബുക്കിൻ്റെയും ഒരു ഒതൻറ്റിക്കേഷൻ കോഡ് അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ ഗേറ്റ് വേ എന്ന് പറയാൻ പോകുന്നത്. അതേപോലെ iPhone 16 സീരീസ് റിലീസ് ആയിട്ട് കുറച്ചേ ഉള്ളൂ. അപ്പോൾ തന്നെ 16 Pro സീരീസിന് ടച്ച് ഇഷ്യൂസ് പറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ നമുക്ക് ടച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ആപ്പുകൾ കറക്റ്റായിട്ട് ഓപ്പൺ ആവുന്നില്ല. അങ്ങനെ കുറച്ചധികം ഇഷ്യൂസും iOS 18 iPhone 16 Pro സീരീസിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേ ബി അതൊക്കെ ഒന്ന് റിസോൾവ് ചെയ്യാനായിരിക്കും ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ iOS 18.0.1 അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് കുറേ പേര് ചോദിച്ച ഒരു ചോദ്യം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും കമൻറ്റിലും എല്ലാവരും ചോദിച്ചാണ്, എന്നാണ് iOS 18.1 റിലീസ് ആവുന്നത്? അപ്ഡേഷൻ്റെ കാര്യമായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഓർക്കുമ്പോൾ പറയാണ്, ഈ പറയുന്ന ഒക്ടോബർ മിഡൊക്കെ ആകുമ്പോഴത്തേക്കും ഒഫീഷ്യലായിട്ട് iOS 18.1 റിലീസ് ചെയ്യാൻ പോകുന്നത്. കോൾ റെക്കോർഡിങ്ങും അങ്ങനെ കുറേയധികം ഓപ്ഷൻസും എല്ലാ ഡിവൈസിലും വരുന്നുണ്ട്. അത് ഞാൻ എടുത്തു പറയാം. ആൻഡ് iPhone 17 സീരീസിലേക്ക് വരുമ്പോൾ കുറേയധികം ലീക്സ് വരുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ലീക്കാണ് iPhone 17 സീരീസ് 2025 ആപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് 60 ഹെഡ്സ് എടുത്ത് മാറ്റി 120 ഹെഡ്സിലേക്ക് ജമ്പ് ചെയ്യും എല്ലാ സീരീസും. അതേപോലെ നമുക്ക് എല്ലാ സീരീസിലും നോൺ പ്രോയും പ്രോ സീരീസിലും ഈ പറയുന്ന പ്രോ ഡിസ്പ്ലേ ലഭിക്കുകയും ആൻഡ് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും വരുന്നുണ്ട്. സോ iPhone 15 നിന്ന് iPhone 17 ഒരു ബെറ്റർ ജമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് iPhone 15 to iPhone 16 അത്ര വേർത്തിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഒരു കൊല്ലം വെയിറ്റ് ആണെങ്കിൽ iPhone 15 to iPhone 17 ഈസ് എ ഹ്യൂജ് ലീപ്പ് ജമ്പ്. അതുകൊണ്ട് കുറേയധികം ലീക്സ് വരുന്നുണ്ട്. വരുന്ന ദിവസങ്ങളെല്ലാം വരുന്ന മാസങ്ങളെല്ലാം പുതിയ പുതിയ ലീക്സ് വരുമ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള കിടിലൻ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ മിഞ്ചിക്കൊണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ആപ്പിൾ വിഷൻ പ്രോ 2 മിക്കവാറും നമുക്ക് 2025 ആയിരിക്കും കാണാൻ പോകുന്നത്. 2025 മിഡിലൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്നതാണ് മിഞ്ചിക്കൊണ്ട് റിപ്പോർട്ട് അനുസരിച്ച് കേൾക്കുന്നത്. ആൻഡ് ഈ ഒരു ഡിവൈസിൽ
M5 എന്ന ചിപ്പായിരിക്കും ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നതും ആപ്പിൾ ഇൻ്റലിജൻസ് തന്നെയായിരിക്കും. M5 എന്ന ചിപ്പ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പെക് ബമ്പായിരിക്കും ഈ പറഞ്ഞ വിഷൻ പ്രോയിനും ആപ്പിൾ ഇൻ്റലിജൻസിനും വരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ന്യൂസ് വീഡിയോയിൽ നിങ്ങൾ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ പറ്റും ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ പറയാനായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് ബിൻ സേവ്യ സൈനിങ് ഫ്രം എവിക്ക.